നമസ്കാരം. സാമ്പത്തിക സ്വാതന്ത്ര്യം അഥവാ ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാം? ഇത് എല്ലാവർക്കും തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേസമയം തന്നെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ ഡിസിപ്ലിനോട് കൂടി ചെയ്തു പോവുകയാണെങ്കിൽ ഇതെല്ലാവർക്കും തന്നെ ഈസിലി അച്ചീവബിൾ ആണ്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഗോള്, ഫിനാൻഷ്യൽ ഗോൾ, ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷനുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിൻ്റെ രീതിയിൽ എന്തൊക്കെയാണ് നമ്മളുടെ ആവശ്യകതകൾ വരുന്നത്, ഗോൾസ് വരുന്നത് എന്താണെന്ന് അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യുക. അത് ചിലത് ഷോർട്ട് ടൈം ഗോൾസ് ഉണ്ടാവും, ചിലത് ലോങ് ടൈം ഗോൾസ് ഉണ്ടാവും. നമുക്ക് ഇമീഡിയറ്റ്ലി വരുന്ന ഗോൾസ് ആദ്യം നമ്മൾ അങ്ങനെയുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നീട് വരുന്നത് ഫ്യൂച്ചറിൽ വരുന്ന ഗോൾസ് ആയിരിക്കും. ചിലപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാനുകൾ, അല്ലെങ്കിൽ ഭാവിയിൽ മക്കളുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവരുടെ മാരേജ്, ഇതുപോലെയുള്ള ഗോൾസ് ആദ്യം അത് ഡിഫൈൻ ചെയ്യുക. അത് നമ്മൾ രണ്ട് രീതിയിൽ അത് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് ഷോർട്ട് ടൈം ഗോൾസും പിന്നെ ഒന്ന് ലോങ് ടൈം ഗോൾസും. ഉദാഹരണം പറയുകയാണെങ്കിൽ 5 വർഷത്തിന് ഉള്ളിൽ വരുന്ന ഗോൾസും അതിന് മുകളിലേക്കുള്ള ഒരു ടൈം ഫ്രെയിമിലേക്ക് വരുന്ന ഗോൾസും എന്നുള്ള രീതിയിലേക്ക് അത് കൃത്യമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ആയി. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യമായൊരു ബഡ്ജറ്റ് നമ്മളിതിന് വെക്കുക. ഓരോ ഗോളുകൾക്ക് എത്രയാണ് നമ്മൾക്ക് തുക വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ, ചിലവുകൾ, കാര്യങ്ങൾ പോകുമ്പോൾ അതൊരു ബഡ്ജറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു എമൗണ്ട് എത്രയാണോ അത് കൃത്യമായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് അലോക്കേഷൻ കൊടുക്കുന്നതിനും നമ്മളുടെ ഷോർട്ട് ടൈം ഗോളോ ലോങ് ടൈം ഗോളോ എന്താണ് ആവശ്യകത എന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് ആവശ്യകതകൾക്കനുസരിച്ചിട്ട് അലോക്കേഷൻ കൊടുക്കുന്നതിനും സാധിക്കും.